ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് സ്കൂട്ടർ ഓടിച്ചോണ്ട് പിറ്റേ ദിവസം എക്സാം ആണ്. അങ്ങനെ കണ്ണിന് പവർ കയറ്റാനായിട്ട് ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പഠിക്കണമെങ്കിൽ ഗ്ലാസ് വേണമല്ലോ. അങ്ങനെ ഞാൻ സ്കൂട്ടറൊക്കെ ഓടിച്ച് ജാക്കറ്റ് ഒക്കെ ഇട്ട്, കാര്യം മെലിഞ്ഞിരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് നല്ല തടിച്ചിരിക്കുന്ന ജാക്കറ്റ് ഒക്കെ ഇട്ട് പോണേ, ഹെൽമെറ്റ് ഒക്കെ വെച്ച് ആരും അറിയാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കണ്ട. നോക്കുമ്പോ പോലീസുകാർ കൈകാട്ടി അപ്പൊ തന്നെ സംസാരമൊക്കെ കുഞ്ഞു സൗണ്ടൊക്കെ ആയിരിക്കും വന്നത്. അപ്പൊ തന്നെ അവർക്ക് പിടികിട്ടി ലൈസൻസ് ഉണ്ട്, ലേണേഴ്സ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്ടൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്നതാ. അപ്പൊ തന്നെ മോൻ ഈ ജീപ്പിൽ കയറിക്കൊന്നു. അയ്യോ സാർ, എനിക്ക് ലൈസൻസ് ഇല്ല, എനിക്കൊന്നുമില്ല, എന്നെ അറസ്റ്റ് ചെയ്യരുത്. ഈസി. പക്ഷെ അതൊന്നും ഞാനെപ്പോഴും ഭയങ്കര ധൈര്യത്തോടെ കേട്ടാ നിൽക്കണം. ഞാൻ നേരെ ജീപ്പിൽ കയറി ഇരിക്കുമ്പോൾ കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും എന്റെ ചേട്ടനും കൂടെ അപ്പുറത്തെ ബേക്കറിയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോ എന്നെ ജീപ്പിൽ കൊണ്ടു. അപ്പൊ തന്നെ ഇവനെന്ത് ചെയ്ത്, എനിക്ക് 9th or 10th എങ്ങാണ്ടാന്ന് തോന്നുന്നു ആ സമയത്ത്. ലൈസൻസ് ഇല്ലാത്തതിന് മുമ്പെന്ന് പറഞ്ഞു. അപ്പൊ ലേണേഴ്സും ഇല്ല, ഒന്നുമില്ല. ഇത് മനുഷ്യൻ ഞാൻ ലേണേഴ്സ് ഉണ്ട്, അപ്പൊ ലൈസൻസ് 6 മാസത്തിൽ കിട്ടുന്നില്ല, ചുമ്മാ പറഞ്ഞ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയൊരു ഓർമ്മയുണ്ട്. എന്നിട്ട് പിന്നെ അപ്പൊ തന്നെ വാപ്ചിയുടെ ആരൊക്കെ വിളിച്ച് നേരെ കൊച്ചാട് വിട്ടേരത്. പിന്നെ അവര് വിചാരിക്കണം എന്താ സീന്, ഞാൻ മറ്റേ വലിയ ജാക്കറ്റും ഒരു ഡിയോ സ്കൂട്ടറൊക്കെ ഓടിച്ച്. കണ്ടിട്ടുണ്ടോ പോലീസ് സ്റ്റേഷൻ? പാസ്പോർട്ട് വെരിഫിക്കേഷൻ അതിന് അവിടെ സെറ്റില്ലേ, സിനിമ സെറ്റിലൊക്കെ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ താങ്കൾ? എത്തിയിട്ടില്ല, നമ്മള് നെഗറ്റീവ് കൊല്ലൊക്കെ എത്തിയിട്ടുള്ളൂ. ഇനി അടുത്തത് പ്രിൻസിപ്പലിന്റെ റൂമിൽ കയറിയത്. പ്രിൻസിപ്പലിന്റെ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. സസ്പെൻഷൻ കിട്ടിയിട്ടില്ല, അതിന്റെ അടുത്ത് വരെ എത്തിയിട്ട് മിസ്സായി പോയി. ജസ്റ്റ് അത് കിട്ടിയില്ല മാത്രമേ ഉള്ളൂ. അതെ, എനിക്ക് അതിന് പകരം എന്റെ ജോലിയിൽ കിട്ടുന്നുണ്ടല്ലോ, ഇടക്കിടക്കിനെ ബാൻ ചെയ്യുന്നില്ല. അല്ല അത് ഞാൻ ചോദിച്ചില്ല. എനിക്ക് സ്കൂളിലും കോളേജിലും കിട്ടാതിരുന്ന സസ്പെൻഷൻ, TC എല്ലാം എനിക്ക് ഞാൻ ജോലി എടുത്തു തുടങ്ങിയപ്പോ കിട്ടി. അതും ഇങ്ങനെ കിട്ടും, സീസണലായിട്ട് തന്നോണ്ടിരിക്കും. എന്താന്ന് പറഞ്ഞത്, രാജഗിരിയിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് കേട്ടേക്കുന്നത്. ജീവിതം ഇങ്ങനെ ആക്കിയത്. അധികാരോട് സംസാരിക്കില്ല. അന്ന് കൂടെ പഠിച്ചവരും പറയണതാണ്, ഭയങ്കര സൈലന്റ് ആണ്, പഠിക്കാൻ വരണു, തിരിച്ചു പോണു, അതുകൊണ്ട് അവിടെ സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല എന്നറിയാം. പക്ഷേ ഇത് ഭീകരമായിരുന്നു. പക്ഷേ ഇനിയിപ്പോ ഇല്ലല്ലോ, ഇപ്പൊ നമ്മൾ ഓക്കെയാണ്. ലിറ്റിൽ ഹാർട്ട്സ് ഓക്കെ. പ്രിൻസിപ്പലിന്റെ റൂമിൽ കയറിയത്. ഞാൻ ഇതിന് ഉത്തരം ഞാൻ പറയണോ? ഉണ്ട്, പ്രശ്നം അല്ലല്ല, ഞാൻ വല്ല രജിസ്റ്റർ എടുക്കാനോ അല്ലെങ്കിൽ മെമ്മോ എടുക്കാനോ ഞാനും ഭയങ്കരമായി ആ ഭാഗത്തെ ഞാൻ ക്ലാസിന്റെ പുറത്തു പോലും നിന്നിട്ടില്ല. ശരി, ആ കോമ്പിനേഷൻ ലിറ്റിൽ ഹാർട്ട്സ് ആ ഒരു സിനിമയുടെ ഇത് നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ. ദൈവമേ, പുട്ടും ഇങ്ങനെ ഒരു ജന്മം അല്ലെ, എല്ലാം തികഞ്ഞല്ലേ, ഒന്നും ഉണ്ടാവുള്ളൂ. അത് ശരിയാണ്, മാത്രമേ കാണത്തുള്ളൂ. ഇനി അവസാനമായിട്ട് മഹിമ ശ്രദ്ധിക്കൂ, അവസാനമായിട്ട് അമ്മയുടെ വഴക്ക് കേട്ടത് എപ്പോഴാണ്? മഹിമ പറയണ്ട, ഷെയ്ൻ പറയട്ടെ. തിരിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഷെയ്ൻ കേക്കും ഉറപ്പാണ്, എനിക്കറിയാത്. എന്റെ സ്വഭാവം വെച്ച് കേൾക്കും.